നമസ്കാരം. ലക്ഷ്യം ഇറാനെ തകർത്തു തരിപ്പണമാക്കുക. ആക്രമിച്ചു കീഴടക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവിൽ ഉറക്കം നശിച്ച അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഇപ്പോഴത്തെ ശ്രമം ആഭ്യന്തര സംഘർഷമുണ്ടാക്കി രാജ്യത്തെ തറപറ്റിക്കാനാണ്. അതായത് ഉപരോധമാണ് ഇരുവശത്തു നിന്നും ഇറാനു നേരെ എടുക്കുന്ന ആയുധം. ഉപജീവന മാർഗത്തിന്റെ കാര്യത്തിലും സാംസ്കാരികമായും രാഷ്ട്രീയമായും സുരക്ഷാപരമായും അമേരിക്കയും ഇസ്രയേലും നിരന്തരം ഇറാനിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. എന്നാൽ 6 മാസം മുമ്പ് നടന്ന ഈ രാജ്യങ്ങളുടെ ആക്രമണത്തെയും അട്ടിമറി ശ്രമത്തെയും അതിജീവിച്ച ഇറാൻ ഈ പുതിയ വെല്ലുവിളികളെയും അതിജീവിക്കുമെന്നും ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ഇപ്പോഴും കരുതുന്നുണ്ട്. പശ്ചിമ ഏഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫ്ലോറിഡയിൽ ചർച്ച നടത്തുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇറാനിൽ സർക്കാർ വിരുദ്ധരും രംഗത്തിറങ്ങിയത്. അമേരിക്കയുടെയും സഖ്യകക്ഷിയുടെയും ഉപരോധം മൂലം ബുദ്ധിമുട്ടുമ്പോഴും രാജ്യ താൽപര്യം മുൻനിർത്തി മുട്ടുമടക്കാൻ ഇറാൻ ഭരണകൂടം തയ്യാറായിരുന്നില്ല. ഇതുതന്നെയാണ് ഇറാനിൽ ആഭ്യന്തര സംഘർഷത്തിനും വഴിമരുന്നിട്ടത്. ദേശീയ കറൻസിയുടെ തകർച്ചയ്ക്കും മോശം സാമ്പത്തിക സാഹചര്യങ്ങൾക്കുമെതിരെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ കഴിഞ്ഞ 2 ദിവസമായി വലിയ പ്രകടനങ്ങളാണ് നടന്നത്. ഇതിനു പിന്നിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിനും അമേരിക്കൻ ചാരസംഘടനയായ CIA-ക്കും വലിയ പങ്കുള്ളതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇതിനെതിരെ ജാഗ്രത പാലിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ഇറാൻ ഭരണകൂടം ഇറാനികളുടെ ഉപജീവന മാർഗം സംരക്ഷിക്കുമെന്ന ഉറപ്പും നൽകുന്നുണ്ട്. തന്റെ സർക്കാരിനോട് പ്രതിഷേധക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ കേൾക്കാൻ ഇറാൻ പ്രസിഡന്റ് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞായറാഴ്ച മുതൽ തലസ്ഥാനത്തെ കടകൾ അടച്ചിട്ട് തെരുവുകളിൽ പ്രകടനങ്ങൾ സംഘടിപ്പിച്ച പ്രതിഷേധക്കാരുടെ ആശങ്കകളും ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാൻ അംഗീകരിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ഉപജീവന മാർഗമാണ് എന്റെ ദൈനംദിന ആശങ്ക. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. പ്രതിഷേധക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ അവരുടെ പ്രതിനിധികളുമായി സംഭാഷണത്തിലൂടെ കേൾക്കാൻ ആഭ്യന്തരമന്ത്രിയെ ചുമതലപ്പെടുത്തിയും അദ്ദേഹം അറിയിച്ചു. ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് യഥാർത്ഥ കാരണം പാശ്ചാത്യ ശക്തികൾ എന്നത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും പ്രസിഡന്റ് പറയുന്നുണ്ട്. നിലവിൽ പ്രതിസന്ധി മറികടക്കാൻ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അജണ്ട പൊളിക്കാനുമായി വിവിധ പദ്ധതികൾക്കും ഇറാൻ ഭരണകൂടം ഇതിനകം തന്നെ രൂപം നൽകിയിട്ടുണ്ട്. പണ ബാങ്കിംഗ് സംവിധാനങ്ങൾ പരിഷ്കരിക്കുന്നതിനും ജനങ്ങളുടെ വാങ്ങൽ ശേഷി സംരക്ഷിക്കുന്നതിനുമുള്ള അടിസ്ഥാനപരമായ നടപടികൾ സ്വീകരിക്കാനാണ് പുതിയ നീക്കം. അമേരിക്കൻ ഡോളറിനെതിരെ ഇറാനിയൻ റിയാലിന്റെ മൂല്യം റെക്കോർഡ് രൂപതയിൽ താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞതിനെ തുടർന്നാണ് ടെഹ്റാനിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. അമേരിക്കയും അവരുടെ പാശ്ചാത്യ സഖ്യകക്ഷികളും ഉപരോധങ്ങളും നയതന്ത്ര സമ്മർദ്ദവും കൂടുതൽ ശക്തമാക്കുകയും ഇസ്രായേലുമായുള്ള മറ്റൊരു യുദ്ധഭീഷണി നിലനിൽക്കുകയും ചെയ്യുന്നതിലാണ് സമീപ ആഴ്ചകൾ റിയാലിന്റെ മൂല്യം അതിവേഗം ഇടിഞ്ഞതെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ടെഹ്റാനിലെ ജോംഹൌരി പ്രദേശത്തും ഗ്രാൻഡ് ബസാറിലുള്ള പരിസരവുമുള്ള 2 പ്രധാന ടെക് മൊബൈൽ ഫോൺ ഷോപ്പിംഗ് സെന്ററുകൾക്ക് സമീപമുള്ള കടഉടമകൾ ഞായറാഴ്ച തങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടാണ് തെരുവിലിറങ്ങിയത്. ഇതോടെ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് കൂടുതൽ പ്രതിഷേധങ്ങൾ നടക്കുകയായിരുന്നു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ കലാപവിരുദ്ധ സേനകൾ പൂർണ്ണ സജ്ജരാണ് എന്ന് കണ്ണീർ വാതകം പ്രയോഗിക്കുന്നത് ഒന്നിലധികം വീഡിയോകളിൽ നിന്ന് തന്നെ ദൃശ്യമാണ്. അതേസമയം പ്രതിഷേധത്തിന്റെ തുടക്കം എവിടെ നിന്നാണെന്നും അതിന് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചു എന്നതിനെ സംബന്ധിച്ചും ഇറാനിലെ അന്വേഷണ ഏജൻസികൾക്ക് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മൊസാദിലേക്കും CIA-യിലേക്കും തന്നെയാണ് തങ്ങളുടെ സംശയമുനകൾ നീളുന്നത്. 1979 വിപ്ലവം മുതൽ രാജ്യം ഭരിക്കുന്ന സംവിധാനത്തോടുള്ള പ്രതിഷേധമോ നിരാശയോ അല്ല പ്രതിഷേധത്തിന് പിന്നിലെന്നും റിയാലിന്റെ അനിയന്ത്രിതമായ മൂല്യത്തകർച്ചയാണ് പ്രതിഷേധങ്ങൾക്ക് പ്രേരകമായതെന്നും ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കറൻസിയുടെ മൂല്യത്തകർച്ച മാത്രമല്ല ഇറാൻ നേരിടുന്ന വെല്ലുവിളി. പണപ്പെരുപ്പം ഏകദേശം 50% എത്തി നിൽക്കുന്നത്. വർഷങ്ങളായി ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകൾ ഒന്നുകൂടിയാണിത്. ഉപരോധം കൊണ്ട് അങ്ങനെ ആ രാജ്യത്തെ അമേരിക്ക എത്തിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതിനു പുറമെ ഇറാൻ രൂക്ഷമായ ഊർജ പ്രതിസന്ധിയും നേരിടുന്നുണ്ട്. ടെഹ്റാനും മറ്റു പല വലിയ നഗരങ്ങൾക്കും വെള്ളം നൽകുന്ന മിക്ക അണക്കെട്ടുകൾക്കും കടുത്ത ജലപ്രതിസന്ധികൾക്ക് ഏതാണ്ട് ശൂന്യമായ നിലയിലാണ്. ഈ അവസരം മുതലെടുത്ത് ഇറാൻ ജനതയെ ഭരണകൂടത്തിന് എതിരെ തിരിച്ചുവിടാനാണ് അമേരിക്കയുടെ ശ്രമം. എന്നാൽ ഈ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തും എന്ന വാശിയിലാണ് സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ ഉയർന്നു പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ജൂണിലാണ് ഇസ്രയേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചിരുന്നത്. 12 ദിവസത്തെ ആ യുദ്ധത്തിൽ സിവിലിയന്മാർ ഡസൻ കണക്കിന് ഉന്നത സൈനിക രഹസ്യാന്വേഷണ കമാൻഡർമാർ
ആണവ ശാസ്ത്രജ്ഞർ എന്നിവർ ഉൾപ്പെടെ 1000-ലധികം ആളുകളാണ് ഇറാനിൽ കൊല്ലപ്പെട്ടിരുന്നത്. ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ ഇസ്രയേൽ എന്ന രാജ്യത്തിന് ഇന്നുവരെ അനുഭവിക്കേണ്ടി വരാത്ത കൈപ്പേറിയ അനുഭവമാണ് ഉണ്ടായിരുന്നത്. ഇസ്രയേൽ അഭിമാനം കൊണ്ട അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ തവിടുപൊടിയാക്കുകയാണ് ഇറാന്റെ മിസൈൽ ഇസ്രയേൽ പതിച്ചിരുന്നത്. ഇറാൻ ഒരു ബങ്കർ രാജ്യമല്ലായിരുന്നു എങ്കിൽ 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെടുമായിരുന്നു എന്നത് ലോകം തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. എന്തിനേറെ ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളത്തിൽ വരെ ഇറാന്റെ മിസൈൽ പതിക്കുന്ന സാഹചര്യം ഈ സംഘർഷത്തിനിടെ സംഭവിച്ചതാണ്. ഈ തിരിച്ചടിയിൽ ഭയന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്ത് യുദ്ധം അവസാനിപ്പിക്കുന്നുള്ള കരാറിൽ എത്തിയത്. ലോകത്തിന് മുന്നിൽ ഇറാന്റെ പോരാട്ട വീര്യം തുറന്നുകാട്ടിയ ഈ സംഭവത്തോടെ നാണം കെട്ടത് അമേരിക്കയും ഇസ്രയേലുമാണ്. ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുക, ഇറാനെ നിരായുധീകരിക്കുക എന്ന ലക്ഷ്യമിട്ട് അവർ നടത്തിയ ആക്രമണം ഒന്നും നേടാനാകാതെ അവസാനിപ്പിക്കേണ്ടി വന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും ഇറാനിൽ ആഭ്യന്തര സംഘർഷം ഉണ്ടാക്കാനായി ഇസ്രയേലും അമേരിക്കയും ശ്രമിച്ചിരിക്കുന്നത്. അതിന്റെ തീപ്പൊരിയാണ് ഇറാനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. എന്നാൽ ആ തീപ്പൊരിയും ഇറാന്റെ ഭരണകൂടത്തിന്റെ തന്ത്രപരമായ നീക്കത്തെ തുടർന്ന് ഇപ്പോൾ തല്ലിക്കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം ഒറ്റക്കെട്ടായി ശത്രുവിന്റെ അജണ്ട തിരിച്ചറിയണമെന്നും അതിനെതിരെ അണിനിരക്കണമെന്നുമുള്ള ഇറാൻ ഭരണകൂടത്തിന്റെ ആഹ്വാനം ജനങ്ങളിൽ വലിയ പ്രതികരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.